Hello guys, welcome back to our YouTube channel. Then പറയുക ഗൈസ്, ഇപ്പം നമ്മളുള്ളത് കൊടൈക്കനാലാണ്. സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കണ്ടല്ലോ, കാരണം റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത്. നമ്മൾ ഇന്നലെ കൊടൈക്കനാൽ, ഇന്നലെ നമ്മൾ വന്ന് ഇന്നലെ രാത്രി ആയപ്പോൾ ഇങ്ങോട്ട് വന്ന് ഒരു 8-9 മണിയായപ്പോൾ എത്തി. റൂം എടുത്ത് സ്റ്റേ ആക്കി 8 മണിക്കൂർ എങ്ങാണ്ടുണ്ട് ട്രാവലിങ് ഇവിടുന്ന് നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട്. സോ ഇനി നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണുന്ന വീഡിയോസൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ആഡ് ചെയ്യാം. നമ്മളെ ഫസ്റ്റത്തെ ലൊക്കേഷൻ ഡോൾഫിനോസ് ആണ് കേട്ടോ. അതിന്റെ മുമ്പായിട്ട്, അതായത് നമ്മളവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഇന്നലെ എന്തൊക്കെ നടന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് വരും. അപ്പത്തേക്ക് നമ്മൾ ഡോൾഫിനോസിൽ എത്തുട്ടാ. ഞങ്ങൾക്ക് രണ്ടാക്കും കുറച്ച് കൃത്യനിഷ്ഠത അധികം കൂടുതലായതുകൊണ്ട് രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ച് ഞങ്ങൾ നട്ടുച്ചക്കാണ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് കേട്ടാ. അതായത് ഇറങ്ങിയ ടൈമിൽ ഒരു 12 മണിക്ക് ആയിട്ടുണ്ടാവും. ഒരു 1:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കയറിയിട്ടുണ്ടായിരുന്നു. എഗെയിൻ നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊടൈക്കനാൽക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നമുക്ക് പോവാണ്ട്, എത്ര നമുക്ക് ട്രാവൽ ചെയ്യാണ്ട് കേട്ടോ. നമ്മൾ രണ്ടാളും മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇടക്കിടക്ക് നിർത്തിയിട്ട് നമുക്ക് തോന്നിടത്തൊക്കെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. കൊടൈക്കനാൽ നമ്മൾ എത്തിയൊക്കെ കണ്ടത് അവിടെ ആരുടെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും കേക്ക് കട്ടിങ്ങിന്റെ സീൻസ് ഒക്കെ കേട്ടോ. കൊടൈക്കനാൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ 1 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ നട തപ്പണ്ട നമുക്ക് കിട്ടില്ല കേട്ടോ. ഇതേപോലത്തെ 5 ലിറ്ററിന്റെ ക്യാൻസ് നമുക്ക് അവിടുന്ന് വാങ്ങാൻ കഴിയുള്ളൂ. അവിടെ എത്തിയൊക്കെ നമ്മൾ ചെയ്ത ഫസ്റ്റത്തെ പരിപാടി എന്ന് വെച്ചാൽ നല്ലൊരു മലയാളി റെസ്റ്റോറന്റ് കണ്ടുപിടിക്കുന്നതിന് അവിടെ എത്തിയിട്ട് നമ്മൾ നല്ല പൊറാട്ടയും അൽഫാം ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടുത്തെ ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഫ്രഷ് ആയിങ്ങാണ്ട് എഗെയിൻ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ആ സെയിം ഹോട്ടലിൽ കയറിയിട്ട് മസാല ദോശ കഴിക്കാനാട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെ. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ നമുക്ക് കഴിക്കാൻ പറ്റാത്തത് അവിടുത്തെ ഫുഡുകളായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഒരു ഇത് കുഴപ്പമില്ലാത്തൊരു സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചതും ഇത്രയൊക്കെ സംഭവങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കണ്ട ഇൻട്രോക്ക് മുമ്പ് നടന്നത്. പിന്നെ നിങ്ങൾ ഇത്രയും സംഭവങ്ങൾ കണ്ടു തീർന്നപ്പോഴേക്കും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ എത്തൽ തുടങ്ങി. നിങ്ങളെ പോലെ ഒന്ന് ഇത് നോക്കിയിട്ട് ഇത് നോക്കിയ കറക്റ്റ് സെയിം സാധനമാണ് ഗൈസ്. ഇപ്പം നമ്മൾ പോണത് എടുക്കാണ് ഡോൾഫിൻസ് നോസ് കണ്ട. കുറേ ആയി പോരലോടെ എത്തിയിട്ടില്ലേ. ഇവിടെ വന്നിട്ടുള്ള ഒരു പ്രത്യേകത എന്താ ഞങ്ങൾക്ക് തോന്നിയത് വെച്ച് കഴിഞ്ഞാൽ പോകാറുള്ളത്, അതായത് നമുക്ക് വിസിറ്റ് ചെയ്യാൻ എല്ലാ പ്ലേസും ഒരേ റൂട്ടിനാണ്. പോകുന്ന വഴിക്ക് ഓരോന്ന് വിസിറ്റ് ചെയ്ത് അങ്ങനെ പോവാം. അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഡോൾഫിനോസിക്ക് പോകാൻ വിചാരിച്ചത്. പക്ഷേ നമ്മളവിടെ എത്തി അങ്ങോട്ട് കയറൽ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത്യാവശ്യം നല്ല പോവാണ്ട് എന്നിട്ടാ. ഡോൾഫിനോസ് കുറച്ചധികം നമ്മൾ പോകുന്നത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും ദൂരം എടുക്ക് പോരാണ്ടോ, ഇനി എന്താ എത്താതെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കുറേ ഡൗട്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നടന്ന് പോകുന്ന ഒരു കാക്കനോട് ചോദിച്ച് സീനായിട്ടപ്പോൾ നിങ്ങൾ കണ്ടത്. എഗെയിൻ നമ്മൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പോണ വഴിക്ക് കാണാൻ പറ്റിയ വേറൊരു സുന്ദരകരമായ കാഴ്ച എന്താ വെച്ചാൽ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. നമ്മളല്ലാതെ വേറൊരു വണ്ടിനെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഇതുണ്ടായിരുന്നു, ഇവിടെ എന്താ ആരും പോകാത്തെന്നൊക്കെ ചിന്തിച്ചിട്ടാ. ഇതാണ് ഗൈസ് പൈൻ ട്രീ ആണെന്ന് വിശ്വസിക്കാം. ഇത് ബൈക്കാണ്. ഇത് കാപ്പിക്കാവൂലേ? ഇതൊക്കെ മനുഷ്യന്മാരുടെ ഇതൊക്കെ ഒരു കാർ. In 200 meters, turn right. Head southeast. Turn right, then make a U-turn. കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങളിത് കാണുന്നുണ്ടോ? ഇവിടെ ശരിക്കും കോട ഇതൊക്കെ ഇറങ്ങി. ഇതാണ് ശരിക്കും കൊടൈക്കനാൽ. ജീപ്പ് ഓട്ടിരുന്ന അതേ എടുത്തില്ല. சேஃப்டி இதுலயே வந்துட்டீங்களா? இதுலயே வா. எங்க இருந்து? മലപ്പുറം, കേരള മലപ്പുറം. ஐயோ, எப்போ கிளம்புனீங்க? இப்போ வரீங்க? ഇന്നലെ കിലോമീറ്റർ 600 കിലോമീറ്റർ 500 കിലോമീറ്റർ വരുന്നു. 300 മലപ്പുറം തന്നെ. 200 something, 287 something. 300 കുറയാதுங்க. 300 പോകും. എപ്പോൾ കിളമ്പിച്ച സാമി? ഇന്നലെ രാവിലെ മോർണിംഗ് നൈറ്റ് ഇവിടെ സ്റ്റേ ടു മോർണിംഗ് ഫ്രഷ് ആയി ഇറങ്ങി. അത്യാവശ്യം ഇറങ്ങാണ്ടില്ലേ. ഇത് ഞാൻ ട്രെക്കിങ് വന്നപ്പോൾ മറ്റേ ഇതൊക്കെ ഉണ്ടാവും വിചാരിച്ചു, വണ്ടിയൊക്കെ. ഇവിടേക്ക് എങ്ങനെ വണ്ടി വരാനില്ലേ? അല്ലെങ്കിൽ മുഞ്ചു
രാവിലെ തന്നെ ആയതുകൊണ്ട് കുറച്ച് എനർജി ഉണ്ട് അല്ലേ? ഇതോ ഈ കാണുന്നതാ റിസോർട്ടുകള്. കൊഴപ്പില്ല. ഇതെന്താ ഐസ്ക്രീംസോ? ഇവിടെ ഒന്നും തുറന്നില്ലേ? 1 കിലോമീറ്റർ ഉണ്ട്. വ്യൂ ഉണ്ടായിച്ചോ? എന്താ പറഞ്ഞേ? ആ കോട ഉണ്ടാവില്ലേ? അപ്പൊ അത്യാവശ്യം ഉണ്ടല്ലോ 2 കിലോമീറ്റർ നടക്കാന്. നമ്മള് ഇപ്പൊ ഇനിയുണ്ട്. പോണോ? അത്രയും നടക്കണ്ടേ? നമ്മളിങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാല് ഒരു വ്യൂ കാണാം. ആ വ്യൂ കാണിച്ചു കൊടുക്കല്ലേ? നിങ്ങൾ അങ്ങോട്ട് നിക്ക്. എങ്ങനെയുണ്ട് കാണാന്? ഫുൾ കോടയാണ് ഗൈസ്. അതായത് ഫുള്ള് അടിക്ക് ഫുള്ള് കോട. ചെടി വെക്കാ അവിടെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായില്ലേ? 1 കിലോമീറ്ററിന്റെ അടുത്ത് നമുക്ക് നടക്കാൻ കിട്ടും. അങ്ങനെ നടക്കണ വഴിക്ക് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചെക്കന്മാരത് ചെറിയ മക്കളുണ്ടല്ലോ, ഒരു ഞണ്ടിനൊക്കെ പിടിക്കുന്ന കണ്ടിട്ടോ. എന്തിനാ ചോദിച്ചപ്പോൾ ഒരു വെറുതെ രസത്തിന് പിടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ കുറേ നേരമായിട്ടുണ്ട്. നമ്മൾ റിട്ടേൺ ബാക്ക് വരുന്ന ടൈമിൽ അവരവിടെ ഞണ്ടിനെ പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നടക്കാനുള്ളതുകൊണ്ട് തന്നെ നടന്നൊരു വിധമായിട്ടുണ്ടായിന്. രാവിലത്തെ ഒരു എനർജി ഉണ്ടായതുകൊണ്ട് മാത്രമേ ഞങ്ങളിത് കംപ്ലീറ്റ് ചെയ്തത്. ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടായില്ല. ഗൈസ് നമ്മൾ കഷ്ടപ്പെട്ട് വന്ന ഡോൾഫിനോസാണ് കാണുന്നത്. ചെങ്ങായി അത് കണ്ട് അന്തം വിട്ടിക്കുകയാണ്. സംഭവം 1 കിലോമീറ്റർ നടന്ന് കാണാൻ മാത്രമുള്ള വ്യൂ ഉള്ളതായിട്ട് നമുക്ക് തോന്നിയില്ല കേട്ടോ. അതിൻ്റെ ആ ഡോൾഫിനോസിൻ്റെ ഏറ്റവും തറ്റത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അത്രേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് നല്ല കോട വരുന്നുണ്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ആ ഡോൾഫിനോസിൻ്റെ ആ സ്ഥലത്ത് പോയിരുന്ന ടൈമിൽ വലിയ കോട ഉണ്ടായില്ല. കുറച്ചുകൂടി നടന്ന് കയറിയ ടൈമിൽ കോട വന്നിട്ടുണ്ടായിട്ടാ. അങ്ങനെ ഫൈനലി നമ്മൾ ഗുണ കേവിൽ എത്തിയിട്ടുണ്ട്. ഗുണ കേവ് പിന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളെ സിമ്മ് VIയോ എയർടെലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടൈക്കനാൽ വരുമ്പോൾ കയ്യിൽ കുറച്ച് പൈസ വെച്ചിട്ട് പോരുന്നത് നന്നാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം VI ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ റേഞ്ച് തീരെ എടുക്കണില്ല. അതേപോലെ തന്നെ നമ്മൾ ഗൂഗിൾ പേ എന്ന് പറഞ്ഞ സാധനം വർക്കേ ആവണില്ല കേട്ടോ. ഇത് ഞാൻ പറയാൻ കാരണം ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് ഗൂഗിൾ പേ വർക്ക് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടുത്തെ ഷോപ്പ്, അതായത് ഈ ഗുണ കേവിൻ്റെ ഫ്രണ്ടിലെ കുറച്ച് ഷോപ്പുകളുണ്ടല്ലോ, അവിടുന്ന് നമ്മൾ മാങ്ങ ഉപ്പിലിട്ടതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ച് പകുതിയായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമ്മൾ ആ നഗ്ന സത്യം മനസ്സിലാക്കുന്നത് നമ്മളെ ഗൂഗിൾ പേ വർക്ക് ആവണില്ല എന്നുള്ളത് കേട്ടാ. ഓല് കുറേ വൈഫൈ മാറ്റി തന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയെന്നുണ്ടെങ്കിലും ഐഫോൺ ആയതുകൊണ്ട് തന്നെ വല്ലാതെ കണക്റ്റ് ആവണോ റേഞ്ച് കിട്ടണോ ഉണ്ടായില്ല. സോ ഗൈസ് നിങ്ങൾ പോകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഫണ്ട് കയ്യിൽ കരുതിയിട്ട് പോയി കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ ജിയോ സിം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാവട്ടെ. അതൊക്കെ അവിടെ വർക്ക് ചെയ്യും. ജിയോ സിമ്മിനൊക്കെ അത്യാവശ്യം റേഞ്ച് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഗൈസ് നിങ്ങൾ ഗുണ കേവിൽ പോകുമ്പോൾ സൺഡേ ഓർ സാറ്റർഡേ പബ്ലിക് ഹോളിഡേയ്സിൽ പോവാതിരിക്കുക. ഞങ്ങൾ പോയ ടൈമിൽ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് തിരിയാനും അറിയാനും കഴിയാത്ത തിരക്ക് എന്നുണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഈ തിരക്ക് പോട്ടെ, തിരക്കൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷെ അവിടെ എത്തിയിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അവിടെ കുറച്ച് ആൾക്കാർ ഇപ്പോഴും സുഭാഷിന് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നിട്ട് ഉറക്കനെ വിളിക്കണേ സുഭാഷ് എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ കയറാണ്ട്. സത്യം പറഞ്ഞു ഞാൻ തള്ള വൈബ് ആയി പോയെന്ന് വരെ ഞാൻ ചിന്തിച്ചു നോക്കി. കാരണം അത്രക്കും സൗണ്ട് ആയിട്ട് അവിടെ നിന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വീക്കെൻഡിൽ പോവാതെ വീക്ക് ഡേയ്സിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആവും തോന്നുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് ഈ വേരുമേ ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കലാണ് അവിടുത്തെ മെയിൻ സംഭവം. അതുകൊണ്ട് തന്നെ അവിടെ വേരുമേലൊരു സ്ഥലം കിട്ടുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചിട്ടുണ്ടായിട്ട് പോകണ വഴിക്ക് അടിപൊളി കോടയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പോകണ വഴിക്ക്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മളെ ഗൂഗിൾ പേ വർക്ക് ആവണല്ലോ, നമ്മൾ സാധനം വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, ആ ടൈമിൽ ആ ഷോപ്പിലുണ്ടായിരുന്ന ആൾക്കാർ നിങ്ങൾക്ക് എവിടെ എത്തിയിട്ടാണ് ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നത്, അപ്പം നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതിയെന്നും പിന്നെ നമുക്ക് ഗുണ കേവ്ക്ക് കയറാം, അല്ലെ ഫണ്ട് ഓരോ തന്നിട്ടുണ്ടായിന് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റിയൊരു മെമ്മറി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ ഗൈസ് നമ്മൾ നെക്സ്റ്റ് പോകാൻ കരുതിയ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൂക്കാലാണ്. ബട്ട് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിന്. അതുകൊണ്ട് തന്നെ അവിടെ തണുപ്പ് കുറച്ചും കൂടി ഹൈ ആയിട്ട് വന്നിട്ടുണ്ടായി. കൂക്കാലേക്ക് പോണ പകുതി വഴി വെച്ചിട്ട് നമ്മൾ യാത്ര അവസാനിപ്പിച്ചിട്ടുണ്ടായിന്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ മുമ്പ് പോയ കുറേ ആൾക്കാർ റിട്ടേൺ ബാക്ക് വരുന്നുണ്ടായിന്. ഇപ്പോൾ അവിടെ മഴ ആയതുകൊണ്ട് അവർക്ക് പോകാൻ കഴിയുന്നില്ല, തണുത്തിട്ട് കൈ വിറക്കുക
വാങ്ങുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സോ നമ്മളും റിട്ടേൺ പോന്നിട്ടുണ്ടായിനി. പിന്നെ നമ്മൾ പോകാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം കൂടി നമുക്ക് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം നമുക്ക് അവിടേക്ക് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായി കേട്ടോ. പോകണ വഴിക്ക് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിനി. അവിടുന്ന് ഒരു നല്ല ബാഡ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമുക്ക് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ലിച്ചിൻ്റെ വേറൊരു ഫ്രൂട്ട് ഉണ്ടല്ലോ, ആ ഫ്രൂട്ടിൻ്റെ ഫോട്ടോ ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കൊടുക്കട്ടോ. ആ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട്. കാരണം നമുക്കത് കണ്ടറിയില്ലല്ലോ ഉള്ളിൽ എങ്ങനെയാണ്, നല്ലതാണോ ചീത്തതാണോ എന്ന്. നമ്മൾ വണ്ടി മൂവ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പോൾ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് റിട്ടേൺ ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചേച്ചി വീണ്ടും നമ്മളെ പറ്റിച്ചങ്ങാണ്ട് വീണ്ടും നമുക്ക് കേടായ സംഭവങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് മനസ്സിലായത് കുറേ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് നമുക്ക് റിട്ടേൺ പോകാൻ ഓപ്ഷൻ ഉണ്ടായില്ല. പിന്നെ നമ്മളത് എന്താ ചെയ്തു വെച്ചാൽ കുരങ്ങന്മാർക്ക് കൊടുക്കുക ചെയ്തത്. സോ ഗൈസ്, ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കൊടൈക്കനാൽ എക്സ്പീരിയൻസ്. സോ വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരായിരിക്കും. ടാറ്റാ ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ.